ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നമ്മുടെ മനസ്സ് എപ്പോഴും നല്ല വിചാരങ്ങളിൽ കൂടിയാണെങ്കിൽ മനസ്സിന് അതൊരു ശീലമാകും. ആ ശീലം നിലനിന്നാൽ ദുർവിചാരങ്ങൾ മനസ്സിലേക്ക് കയറി വരാൻ മടി കാണിക്കും. അതുകൊണ്ട് എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുകയും, നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, മറ്റുള്ളവർക്കും തനിക്കും സന്തോഷത്തെ ഉളവാക്കുന്നതായ ശ്രേയസ്കരമായിട്ടുള്ള ചിന്തകൾ ഉണ്ടായാൽ അത്തരം നല്ല വാക്കുകളായിരിക്കും ആ വ്യക്തിയിൽ നിന്നും ഉണ്ടാവുക. നല്ല വാക്കുകൾ പറഞ്ഞു കഴിയുമ്പോൾ വാക്കുകളാണ് പ്രവൃത്തിയായി രൂപാന്തരപ്പെടുന്നത്. ചിന്ത, വാക്ക്, പ്രവൃത്തി ഇവ മൂന്നും ഒന്നായിരിക്കണം. പറയാൻ പറ്റുന്നതേ നമ്മൾ ചിന്തിക്കാവൂ, പ്രവർത്തിക്കാൻ പറ്റുന്നതേ നമ്മൾ പറയാവൂ. ഇപ്രകാരം നമ്മുടെ വാക്കുകളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ പ്രവൃത്തികളെയും നിയന്ത്രണ വിധേയം ആക്കേണ്ടതാണ്. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? ലോകവാർത്തയിലാവോളം പെടാതെങ്ങും പ്രശാന്തരായി ഭഗവത് ചർച്ചയിൽ തന്നെ മുഴുകും ഭാഗ്യശാലികളായ ആളുകൾ എന്താണ് ചെയ്യുക എന്നാണ് പറയുന്നത്. ലോകവാർത്തയിലാവോളം, ഈ ലോകത്തെ അറിയാനുള്ള വെമ്പൽ കുറയും അവർക്ക്. ലോകവാർത്തയിൽ നിന്നും മനസ്സിനെ പിൻവലിക്കും. ലോകവാർത്തയിലാവോളം പെടാതെങ്ങും പ്രശാന്തരായി, ലോകവാർത്തയിൽ പെടാതെ പ്രശാന്തരായി. എപ്പോൾ മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് ഈ ലോകത്തിൽ നിന്നും പത്രങ്ങളിൽ കൂടിയും വാർത്തകളിൽ കൂടിയും എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്ന വിധത്തിലുള്ള അന്തരീക്ഷമാണ് ലോകത്തിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം ചിന്താധാരകളിൽപ്പെട്ട് നമ്മളും പ്രക്ഷുബ്ധരാവാതെ ശാന്തരാവണമെങ്കിൽ അതിൽ നിന്നും പരമാവധി പിൻവലിയുക തന്നെ വേണം. അതാണ് ലോകവാർത്തയിലാവോളം പെടാതെങ്ങും പ്രശാന്തരായി. അങ്ങനെ ലോകവാർത്തയിൽ പെടാതെ പ്രശാന്തരായിക്കൊണ്ട് വേണം നമ്മൾ പരമാവധി ജീവിക്കാൻ. അങ്ങനെ ഭഗവത് ചിന്തയിൽ തന്നെ, ഭഗവത് ചർച്ചയിൽ തന്നെ, ഭഗവത് കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ട് മുഴുകും ഭാഗ്യശാലികളായവർ ഭഗവത് ചർച്ചയിൽ തന്നെ മുഴുകിക്കൊണ്ടേയിരിക്കും. അപ്രകാരമാണ് നാം ഓരോരുത്തരും ജീവിക്കേണ്ടതും. അങ്ങനെ ജീവിച്ചാൽ നമ്മുടെ മനസ്സിനെ നമുക്ക് പരമോന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്താൻ സാധിക്കുന്നതാണ്. ഏറ്റവും ഉന്നതമായ അവസ്ഥ ഏതാണ്? ആ പരമാത്മാവിനെ കുറിച്ചുള്ള ചിന്ത തന്നെ. ആ ചിന്ത നമ്മുടെ മനസ്സിൽ നിറയുന്തോറും നമ്മുടെ മനസ്സിലുള്ള വികലമായ ചിന്തകളെല്ലാം നിർവീര്യമായി ഇല്ലാതാവുകയും വിസ്മൃതമാവുകയും ചെയ്യുന്നു. അങ്ങനെ നിരന്തരം നമ്മൾ ആത്മവിചാരത്തിൽ തന്നെ ചെലവഴിക്കാൻ ശീലിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരാളുടെ വാർദ്ധക്യകാലം ഏറ്റവും ഉത്കൃഷ്ടമായിരിക്കും. അതുകൊണ്ട് നാം എന്തു ചെയ്യണം? ലോകവാർത്തയിലാവോളം പെടാതെങ്ങും പ്രശാന്തരായി ഭഗവത് ചർച്ചയിൽ തന്നെ മുഴുകും ഭാഗ്യശാലികൾ.